Okay, so today we will explain the evolution of marketing concept. എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തത്? സോ ഞാൻ അതിനൊരു ചെറിയൊരു ഡയഗ്രാമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്? മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റിൽ ഈ സ്റ്റാർട്ട് ഫ്രം പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ആദ്യമൊക്കെ നമ്മൾ പ്രൊഡക്ഷനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുക, ബിക്കോസ് ഡിമാൻഡ് ഉണ്ട്, ആവശ്യം പോലെ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ആയിരുന്നു കുറവ്. ആ ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു, ഈവൻ ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. സോ പ്രൊഡക്ഷൻ, യു ഷുഡ് എൻഗേജ് ഇൻ പ്രൊഡക്ഷൻ. നിങ്ങൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എല്ലാം വിറ്റ് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റിങ്ങിനെ കുറിച്ചോ സെല്ലിങ്ങിനെ കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു കോൺസെൻട്രേറ്റ് ഓൺ പ്രൊഡക്ഷൻ ഉള്ളു. അപ്പൊ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ് ആദ്യത്തെ കൺസെപ്റ്റ്. രണ്ടാമത് അത് ഇവോൾവ് ചെയ്ത് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആയി മാറി. പ്രോഡക്റ്റ് കൺസെപ്റ്റ് വന്നപ്പോൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, ഇഫ് യു വാണ്ട് ടു എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ് യു ഷുഡ് എൻഷുർ ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഗുഡ്സ് കിട്ടിയാൽ കൊടുത്താലേ കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യം വന്നു. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് മാറി ഏതിലോട്ട് വന്നു? പ്രൊഡക്റ്റിലോട്ട് വന്നു. പിന്നീട് വന്നത് സെല്ലിംഗ് ആണ്. യു നീഡ് ടു സെൽ ഇറ്റ്. പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ബിക്കോസ് സപ്ലൈ ഡിമാൻഡും ഒക്കെ ഏറെ സെയിം ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് യു നീഡ് ടു സെൽ ഇറ്റ്. അവരെ കണ്ട് ഇൻഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ടത് വാങ്ങിപ്പിച്ചെടുക്കണം. അപ്പൊ അവിടെ നമുക്ക് വേണ്ടി വരുന്നത് അഗ്രസീവ് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ. അഗ്രസീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സെല്ലിംഗ്, ബിക്കോസ് കോമ്പറ്റീഷൻ ഇസ് ദെയർ, ബിക്കോസ് സപ്ലൈ ഇസ് മോർ. ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ വന്നു, അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടി, സപ്ലൈ കൂടി, ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ അവിടെ നിലനിൽക്കണമെങ്കിൽ അഗ്രസീവ് സെല്ലിംഗ് കൊണ്ടേ പറ്റുള്ളൂ. സോ കോമ്പറ്റീഷൻ ഇസ് ദെയർ. സോ യു നീഡ് ടു ഗോ ഫോർ പ്രൊമോഷൻ. നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്താലേ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുള്ളൊരു ഇതിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് പ്രോഡക്ട്സ് ഫോർ കസ്റ്റമേഴ്സ്. അവിടെയാണ് നമ്മൾ പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ആവശ്യം നോക്കിയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. റൈറ്റ് പ്രോഡക്റ്റ്. സോ യു ഷുഡ് പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ടു ദ requirements of the customer, which is suitable to the needs and wants of the customer. Customers-ന്റെ നീഡ്സിനും വാണ്ട്സിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? നീഡ്സും വാണ്ട്സും തമ്മിലൊക്കെ വ്യത്യാസമുള്ളത് നമുക്ക് പിന്നീട് വരാം. So that is a marketing concept. And now we are in the stage called holistic marketing concept. Holistic marketing concept means do everything possible to delight the consumer. Consumers-നെ delight ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യുക. So that is holistic marketing concept. Consumer satisfaction എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അല്ല കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോ വി ആർ കോളിംഗ് us consumers delighted. എന്ന് വെച്ചാൽ എന്താണോ ആഗ്രഹിച്ചത് അത് കൊടുക്കുക, വിത്തൗട്ട് എനി വാട്ട് ഈസ് കാൾഡ് സാക്രിഫൈസ്. അതിൽ ഒന്നും ത്യജിക്കാൻ പാടില്ല. ഇയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഡു എവരിതിങ് പോസിബിൾ. Their consumer is given preference. So this is the way the marketing is evolved to modern concept. ഇപ്പോഴത്തെ കൺസെപ്റ്റിലോട്ട് ഇത്രയും സ്റ്റേജസിലൂടെയാണ് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ നിന്ന് പ്രൊഡക്റ്റ് കൺസെപ്റ്റിലോട്ടും, പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ നിന്ന് സെല്ലിംഗ് കൺസെപ്റ്റിലോട്ടും, സെല്ലിംഗ് കൺസെപ്റ്റിൽ നിന്ന് മാർക്കറ്റിംഗ് കൺസെപ്റ്റിലോട്ടും. Now we are in the stage of holistic marketing concept. Marketing is all. എല്ലാം മാർക്കറ്റിംഗ് ആണ്. എല്ലാം മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്താണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. So this is the orientation towards the marketplace, or these are the various stages in the evolution of marketing concept. ഇനി ഞാൻ ഓരോ സ്റ്റേജും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു പോകും. So firstly I am moving to the first phase, production concept. Production concept is the oldest concept. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ആശയമാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ബിലീവ്, ആ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അന്നത്തെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ബിലീവ് ചെയ്തിരുന്നത്, they believed that customers prefer available goods. Goods available ആണെങ്കിൽ കസ്റ്റമർ അത് വാങ്ങിയിരിക്കും. If goods are available, customer will prefer it. So there is no choice. അവർക്ക് ചോയ്സ് ഇല്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ they will purchase it. Focus is on efficient production and mass distribution. അവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? മാസ് ആയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. So focus on efficient production, focus is on efficient production and mass distribution. Then this orientation makes sense in developing countries. അപ്പോൾ ആദ്യമൊക്കെ ഡെവലപ്ഡ് കൺട്രീസിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് അത് ഏതിലോട്ട് വന്നു? ഡെവലപ്പിംഗ് കൺട്രീസ്, ജസ്റ്റ് ലൈക്ക് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാഷ്ട്രത്തിലോട്ട് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ചെയ്യുന്ന എഫർട്ട് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് മേക്കിംഗ് is the aim of every business organization. So they are taking effort on reducing cost to provide inexpensive goods. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഗുഡ്സ്
പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടി എന്ത് റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എഫർട്ട് എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്നു. സോ ദാറ്റ് കൺസെപ്റ്റ് ഈസ് കാൾഡ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിന് മുൻപാണ്, ഏറെ മുൻപാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട്. ബിക്കോസ് ദർ ഈസ് ഇനഫ് ഡിമാൻഡ് ഫോർ എനി പ്രോഡക്റ്റ്. എല്ലാ പ്രോഡക്റ്റിനും എന്ത് പ്രോഡക്റ്റ് വന്നാലും ആ പ്രോഡക്റ്റിനെല്ലാം ഡിമാൻഡ് ഉള്ള ഒരു കാലഘട്ടം. അപ്പൊ പ്രൊഡക്ഷനിൽ മാത്രം ഓറിയന്റേഷൻ ചെയ്താൽ മതി, പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. മാർക്കറ്റിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉള്ള പ്രോഡക്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അത് വിറ്റഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. സോ ദാറ്റ് കൺസെപ്റ്റ് ഈസ് കാൾഡ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്ന് മാറി, അത് ക്ലിയർ ആയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു പ്രോഡക്റ്റ് ഫേസ്. രണ്ടാമത്തെ ഫേസിലോട്ട് വരുന്നു. സെക്കൻഡ് ഫേസ് ഈസ് പ്രൊഡക്റ്റ് ഫേസ്. ആരോ വന്നു, ഞാൻ ഒന്ന് ബാക്കിലോട്ട് പോയാലേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. ആരാണ്? യെസ്, ജോയിന്റ്. ഓക്കെ, സോ ആ ഫേസിൽ നിന്ന് മാറി നമ്മൾ ഏതിലോട്ട് വന്നു? വി മൂവ് ടു പ്രൊഡക്റ്റ് ഫേസ്. പ്രൊഡക്റ്റ് ഫേസിലോട്ട് വന്നു. പ്രൊഡക്റ്റ് ഫേസിലോട്ട് വന്നപ്പോൾ ഫോക്കസ് ഈസ് ഓൺ മേക്കിംഗ് സുപ്പീരിയർ ഗുഡ്സ്. ഗുഡ്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, യു ഷുഡ് പ്രൊഡ്യൂസ് സുപ്പീരിയർ ഗുഡ്സ്. ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കുക. നമ്മുടെ പ്രോഡക്റ്റ്, ബിക്കോസ് ആൾക്കാർ എൻട്രി തുടങ്ങി, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്ത് തുടങ്ങി, ഡിമാൻഡ് ഉണ്ട്, ആവശ്യം പോലെ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ പുതിയ പുതിയ എൻട്രൻസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് ഫോക്കസ് ഓൺ ക്വാളിറ്റി. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടെ എന്താക്കി മാറണം? സുപ്പീരിയർ ആക്കി മാറണം. അതുപോലെ തന്നെ അന്നത്തെ ബിലീഫ് എന്ന് വെച്ചാൽ ബിലീവ് ദാറ്റ് കൺസ്യൂമേഴ്സ് പ്രിഫർ ഗുഡ്സ് വിത്ത് ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്ത് തുടങ്ങി? പ്രിഫറൻസ് തുടങ്ങി. നല്ല ക്വാളിറ്റി ആണെങ്കിലേ പർച്ചേസ് ചെയ്യും, അതുപോലെ തന്നെ പുതിയ ഫീച്ചറുകളുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ. സോ വി സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ വ്യാവസായിക വിപ്ലവം വന്നു, ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു, ഒരുപാട് പേര് പ്രൊഡക്ഷനിലോട്ട് വന്നു. സോ ഇഫ് യു വാണ്ട് ടു സർവൈവ് ഇൻ ദ മാർക്കറ്റ്, വി നീഡ് ടു പ്രൊവൈഡ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ഓൾസോ യുവർ പ്രോഡക്റ്റ് ഷുഡ് പോസസ് സം ന്യൂ ഫീച്ചേഴ്സ്. പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലേ കൺസ്യൂമേഴ്സ് അതിനെ എന്ത് ചെയ്യുള്ളൂ? പ്രിഫർ ചെയ്യത്തുള്ളൂ. സോ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ഇംപ്രൂവൈസിംഗ് ദ പ്രോഡക്റ്റ്. എപ്പോഴും പ്രോഡക്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സ്റ്റേജിലും യു നീഡ് ടു ഇന്നോവേറ്റ്, അതർവൈസ് യു കനോട്ട് സർവൈവ് ഇൻ ദ മാർക്കറ്റ്. ദെൻ അപ്പോഴും ലെസ് ഫോക്കസ്, അപ്പോഴും കൺസ്യൂമേഴ്സിന്റെ നീഡ്സിനെ കൺസിഡർ ചെയ്തില്ല. ഇവരെ പ്രോഡക്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇന്നോവേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആണ് എങ്കിൽ ഗുഡ്സ് സെൽസ് ദംസെൽസ്. ഇഫ് യുവർ ഗുഡ് ഈസ് ഗുഡ്, ഇഫ് യുവർ ഗുഡ് ഈസ് ഗുഡ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നല്ലതാണെങ്കിൽ ദാറ്റ് സെൽസ് ഇൻ ദംസെൽസ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ തന്നെ എന്ത് ചെയ്യും? അത് വിറ്റഴിഞ്ഞു പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ പ്രൊഡക്റ്റ് കൺസെപ്റ്റില് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു സുപ്പീരിയോറിറ്റി ഓർ ക്വാളിറ്റി. ക്വാളിറ്റിക്ക് ആയിരുന്നു പ്രാധാന്യം, ഇന്നോവേഷനും ക്വാളിറ്റിക്കുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരുന്നത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഫേസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റിംഗ് തോട്ട്. ഓക്കെ, സോ ഗുഡ്സ് സെൽസ് ദംസെൽസ്, അത് മനസ്സിലാക്കട്ടെ. പിന്നീട് നമ്മൾ വന്ന മൂന്നാമത്തെ ഫേസ് സെല്ലിംഗ് കോൺസെപ്റ്റ്. സെല്ലിംഗ് കോൺസെപ്റ്റിലോട്ട് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ആൾക്കാർ വന്നു, കോമ്പറ്റീഷൻ കൂടി, പ്രൊഡക്റ്റ് ക്വാളിറ്റി കൂടി, വീണ്ടും കോമ്പറ്റീഷൻ വരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമ്മൾ സെല് ചെയ്യണം, പോയി വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കണം. യു നീഡ് ടു ഇൻഡ്യൂസ് ദം ടു പർച്ചേസ് ദ പ്രോഡക്റ്റ്. സോ ദാറ്റ് സ്റ്റാർട്ട് അഗ്രസീവ് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ എഫോർട്ട്. അതിലൂടെ എന്തോന്ന്? അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് വന്നു. സോ ഇഫ് യു വാണ്ട് ടു എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ്, യു നീഡ് ടു പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ നിങ്ങൾ പോപ്പുലറൈസ് ചെയ്യണം, നിങ്ങളുടെ പ്രോഡക്റ്റിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്താലേ ആൾക്കാർ എന്ത് ചെയ്യത്തുള്ളൂ? ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് അഗ്രസീവ് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ എഫർട്ട്. അഗ്രസീവ് സെല്ലിംഗ് വന്നു, അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് സ്ട്രാറ്റജീസ് വന്നു, പ്രൊമോഷൻ എഫർട്ട് കൂടി വന്നു. സോ സെൽ മോർ സ്റ്റഫ് ടു മോർ പീപ്പിൾ ആൻഡ് മോർ ഓപ്പൺ. അപ്പൊ അവിടെ എന്താ? ഒരുപാട് സ്റ്റഫ് എന്ത് ചെയ്യുക? സെല് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ കണ്ടെത്തുക, കൂടുതൽ ഫ്രീക്വൻസ് ആയിട്ട് അവരെ പർച്ചേസ് ചെയ്യിക്കുക. സെൽ മോർ സ്റ്റഫ് ടു മോർ പീപ്പിൾ ആൻഡ് മോർ ഓപ്പൺ, അല്ലെ? ഒരുപാട് സ്റ്റഫ് എന്ത് ചെയ്യുക? സെൽ ചെയ്യുക, കൂടുതൽ ആൾക്കാരെ കണ്ടെത്തുക, ആ ആൾക്കാരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെ ഫ്രീക്വൻസി കൂട്ടുക, വാങ്ങുന്നതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുക? കൂട്ടുക, മോർ ഓപ്പൺ ആയിട്ട് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യുക. So this is used with the goods that the buyers usually don't think of buying. ഇത് സാധാരണ ഈ സെല്ലിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ബയേഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കറിയാം ബയേഴ്സിന് അറിയാം, ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് കിട്ടും, അല്ലെങ്കിൽ മറ്റേ ആളുടെ കൈ കിട്ടും. എല്ലാവരുടെയൊക്കെ ക്വാളിറ്റി ഒക്കെ ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സ് അങ്ങനെ വലുതായിട്ട് പ്രിഫർ ചെയ്യാത്ത ഗുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഷുറൻസ് ഏജന്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ യു മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ പർച്ചേസിംഗ് an ഇൻഷുറൻസ് പോളിസി because it is not preferred by you. നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എനിക്ക് വലിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്റെ ഡിപ്പെൻഡൻസിനായി ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ അതിലേക്ക് വരുമ്പോൾ അതൊക്കെ സെല് ചെയ്തേ പറ്റും. ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങണമെങ്കിൽ സെല് ചെയ്യണം. അപ്പൊ അവർ വന്നിട്ട് പറയും, അത് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഫാമിലിക്ക് എന്ത് ആവും നിങ്ങളുടെ സ്ഥിതി, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഉണ്ട്, നിങ്ങളുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് ഒരു പോളിസി എടുക്കൂ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? വന്ന് പ്രേരിപ്പിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പർച്ചേസ്. അത്തരത്തിലുള്ള ഗുഡ്സിനെ നമ്മൾ അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയും.
അൺസോൾഡ് ഗുഡ്സ് ആർ ലെസ് പ്രിഫേർഡ് ഗുഡ്സ് ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് അതിനോട് വലിയ പ്രിഫറൻസ് ഒന്നുമില്ല, അതിനോട് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം ആ പ്രോഡക്റ്റിന് എന്ത് വേണം? ഒരു പ്രൊമോഷൻ കൂടെ വേണം. പ്രൊമോഷന്റെ എഫർട്ട് കൂടെ കൂടിയേ തീരും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സെൽ വാട്ട് ഈസ് മെയ്ഡ് നോട്ട് വാട്ട് മാർക്കറ്റ് വാണ്ട്സ്. എന്താണോ ഉണ്ടാക്കുന്നത്, ഇവിടെ അത് തന്നെ, നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതെന്ത് ചെയ്യുക? വിൽക്കുക. അല്ലാതെ അവിടെയും നമ്മൾ കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല. ആ കാലഘട്ടത്തിലും നമ്മൾ കൺസ്യൂമേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിച്ചു തുടങ്ങിയില്ല. എന്തുണ്ടോ, എന്ത് പ്രോഡക്റ്റ് ആണോ മാർക്കറ്റിലുള്ളത് ആ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് അതേപടി എന്ത് ചെയ്യുക? വിൽക്കുക. സോ മാർക്കറ്റ് ഡോണ്ട് ബോദർ ഔട്ട് വാട്ട് മാർക്കറ്റ് വാണ്ട്സ്. എന്താണ് മാർക്കറ്റിന് വേണ്ടതെന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് അതേപടി എന്ത് ചെയ്യുക? വിൽക്കുക. Then this carries high risk as a result into negative word of mouth. ഇവിടെ വരുന്നത് നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് വരും. നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റും ആയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള കുറിച്ചുള്ള ദൂഷ്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയിട്ട് അവരുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയ്ക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അഗ്രഷൻ വന്ന ഒരു ഫേസ് ആണ് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ ഫേസിൽ നിന്ന് പ്രൊഡക്റ്റ് ഫേസിലോട്ടും പ്രൊഡക്റ്റ് ഫേസിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഏത് ഫേസിലോട്ടും എത്തി? സെല്ലിംഗ് ഫേസിലോട്ടും എത്തി, അല്ലെങ്കിൽ സെല്ലിംഗ് കോൺസെപ്റ്റിലോട്ടും എത്തി. അതിനുശേഷമാണ് മാർക്കറ്റിംഗിന് പ്രാധാന്യം. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേമേ യൂസ് ചെയ്ത് തുടങ്ങിയത്. ദാറ്റ് വാസ് ഇൻ 1950s. ഇപ്പൊ തന്നെ മനസ്സിലായി, ഇറ്റ് ഈസ് എ ന്യൂ കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത്ര പഴയ ഒരു കൺസെപ്റ്റ് ഒന്നും അല്ല. ദിസ് കൺസെപ്റ്റ് ഈസ് എമർജ്ഡ് ഇൻ 1950s. അതൊക്കെ 20th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കൺസെപ്റ്റ് എമർജ് ചെയ്തിരിക്കുന്നത് 1950s ഇത് എമർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്ന ഫോക്കസ് തീം ഇതാണ്: ഫൈൻഡ് റൈറ്റ് പ്രോഡക്റ്റ് ഫോർ ദ കസ്റ്റമേഴ്സ്. ഫൈൻഡ് റൈറ്റ് പ്രോഡക്റ്റ് ഫോർ ദ കസ്റ്റമേഴ്സ്. അപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, മാനുഫാക്ചറേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സിന് വേണ്ട പ്രോഡക്റ്റ് എന്ത് ചെയ്യുക? കണ്ടെത്തുക. കസ്റ്റമേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത്, കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്താണോ ആ പ്രോഡക്റ്റ് കണ്ടെത്തി മാർക്കറ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂ. Focus is on creating superior customer value, communicating superior customer value, delivering superior customer value. Superior customer value is the utility of the product. That is the utility expected by the customer. നമ്മൾ കസ്റ്റമർ ആണ്. അപ്പൊ നമ്മൾ ഓരോ പ്രോഡക്റ്റിലും എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഒരു വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. That value is in terms of its utility. ആ പ്രോഡക്റ്റിന്റെ യൂട്ടിലിറ്റി ആണ് നമ്മൾ കാണുന്നത്. ഒരു ലാപ്ടോപ്പ് മേടിച്ചാൽ ഐ ഫൈൻഡ് സം യൂട്ടിലിറ്റി ഇൻ ഇറ്റ്. ഒരു ക്യാമറ വാങ്ങിയാൽ ഐ ഫൈൻഡ് സം യൂട്ടിലിറ്റി ഇൻ ഇറ്റ്. അത് സുപ്പീരിയർ ആണ്. അപ്പൊ അത്തരത്തിലുള്ള സുപ്പീരിയർ വാല്യൂ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേ കണക്കത്തിൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. അതേ രീതിയിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അത് ഡെലിവറി ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫോക്കസ് ഓൺ മാർക്കറ്റിംഗ്. അപ്പൊ മാർക്കറ്റിംഗ് എത്തിയപ്പോഴത്തേക്കും ഫോക്കസ് ചേഞ്ച്ഡ് ഫ്രം പ്രൊഡക്ഷൻ ടു കസ്റ്റമർ. പ്രൊഡക്ഷനിൽ നിന്നുള്ള ഒരു ഓറിയന്റേഷൻ മാറി ഏതിലോട്ട് വന്നു? കസ്റ്റമർ ഫോക്കസ്ഡായിട്ട് മാറി. സോ ഇനിയും പറയുന്നു ബിൽഡ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയൽറ്റി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയും കസ്റ്റമർ ലോയൽറ്റിയുടെയും മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ, നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യു നീഡ് ടു സാറ്റിസ്ഫൈ യുവർ കസ്റ്റമേഴ്സ്. You need to maintain a group of loyal customers. Who is a loyal customer? A customer who frequently purchase or prefer your product. നിങ്ങളുടെ പ്രോഡക്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന, ഫ്രീക്വന്റ് ആയിട്ട് പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മൾ ലോയൽ കസ്റ്റമേഴ്സ് നോക്കുന്നത്. ഞാൻ കടയിൽ പോയാൽ ഞാൻ ഇന്ന സോപ്പേ വാങ്ങുള്ളൂ, ബിക്കോസ് ഐ ആം ഹാവിംഗ് ലോയൽറ്റി ടു ദാറ്റ് പ്രോഡക്റ്റ്. ഞാൻ ഇന്ന സോപ്പേ വാങ്ങുള്ളൂ, അല്ലെങ്കിൽ ഐ പർച്ചേസ് ഓൺലി വാട്ട് ഈസ് കാൾഡ് ടീവേഴ്സ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്, എനിവേ വാട്ട് എവർ ഇറ്റ് മേ ബി. സോ വി ഹാവ് സം ലോയൽറ്റി. അല്ലെങ്കിൽ ഞാൻ തേയില വാങ്ങിയാൽ ഐ പർച്ചേസ് ഓൺലി റെഡ് ലേബൽ, ഐ പർച്ചേസ് ഓൺലി AVT or Kannan Devanti. So I am having loyalty to the product. അപ്പൊ ഞാൻ അത് ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയും കസ്റ്റമർ ലോയൽറ്റിയുടെയും പ്രോഫിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് പറയുന്നത്. ആൻഡ് ബിഗിൻസ് വിത്ത് വെൽ ഡിഫൈൻഡ് മാർക്കറ്റ്സ് എൻഡ്സ് വിത്ത് ലോങ് ടൈം റിലേഷൻഷിപ്പ്. മാർക്കറ്റിംഗ് ബിഗിൻ ചെയ്യുന്നത് ആദ്യം മാർക്കറ്റ് ഡിഫൈൻ ചെയ്യും. First of all, even before starting production, you should define who is your market. നിങ്ങൾ ഒരു ഉൽപ്പന്നം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുമ്പ് ആദ്യമേ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ് നടത്തേണ്ടത്. അല്ലാതെ അത് ആദ്യമേ കയറി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഹൂ ഈസ് യുവർ മാർക്കറ്റ്? ആരാണ് നിങ്ങളുടെ മാർക്കറ്റ്? ആരാണ് നിങ്ങളുടെ മാർക്കറ്റ് മീൻസ് ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്? ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്? അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എൻഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ലോങ് ടൈം റിലേഷൻഷിപ്പ്. To whom? With the customer. കസ്റ്റമേഴ്സുമായിട്ട് ഒരു ദീർഘകാല ബന്ധം നിലനിർത്തുക. എന്നാൽ മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ.
Okay, so this is the concept of marketing. So we can simply say that marketing is a new concept. It was evolved in the mid of 1950s. 1950-കളിൽ ഡെവലപ്പ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് തീം ഈസ് ഫൈൻഡ് റൈറ്റ് പ്രോഡക്റ്റ് ഫോർ ദ കസ്റ്റമേഴ്സ്. And its focus is on creating, communicating and delivering superior customer value. So the crux of the marketing concept is to build a profit through customer satisfaction and loyalty. And this concept begins with the well-defined markets and ends with the long-term relationship. So that is very clear. Then this concept വീണ്ടും മാറി. Now we are in the phase of holistic marketing. ഇപ്പോഴത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ we are in the phase called holistic marketing phase. Holistic marketing concept എന്ന് വെച്ചാൽ everything is marketing. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഫംഗ്ഷനും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എവരിതിങ് ഈസ് മാർക്കറ്റിംഗ്. എന്ത് എടുത്താലും അതിലെന്താണ് മാർക്കറ്റിംഗ്. എന്തെടുത്താലും അതിൽ മാർക്കറ്റിംഗ്. ബട്ട് ഐ ആം ഡൂയിങ് ഇസ് മാർക്കറ്റിംഗ്. ഞാൻ ചെയ്യുന്നത് പോലും എന്താണ് മാർക്കറ്റിംഗ്. ഐ ആം സെല്ലിംഗ് മൈ സർവീസ് ടു യു. ഞാൻ എന്റെ പ്രോഡക്റ്റ്, എന്റെ സർവീസ് ഞാൻ നിങ്ങൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 4 കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ ന്യൂ കോൺസെപ്റ്റ്സ് ഇൻ മാർക്കറ്റിംഗ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മാർക്കറ്റിംഗ്. ഇതെല്ലാം കൂടെ ഈ 4 കമ്പോണൻസ് കൂടെ ചേരുന്നതാണ് മാർക്കറ്റിംഗ്. അവിടെ ഒന്ന് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഇന്റേണൽ മാർക്കറ്റിംഗ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ്. So holistic marketing concept is the latest concept in marketing, and this concept has 4 components. ഈ കോൺസെപ്റ്റിനകത്ത് 4 കമ്പോണൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കമ്പോണന്റ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, രണ്ടാമത്തെ കമ്പോണന്റ് ഇന്റേണൽ മാർക്കറ്റിംഗ്, മൂന്നാമത്തെ കമ്പോണന്റ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, നാലാമത്തെ കമ്പോണന്റ് സൊസൈറ്റൽ മാർക്കറ്റിംഗ്. ബ്രീഫ് ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഞാൻ അതിന് മുമ്പ് ബാക്കിലോട്ടൊന്ന് വരാം. ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ 10-11 ഞാൻ ഈ പറഞ്ഞതെല്ലാം ക്ലിയർ ആയിരുന്നു. അനഘ അനിൽ, ഞാൻ ചോദിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾ വിട്ടുപോകും. അനഘ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. അനഘ അനിൽ, ആദ്യം കാണുന്ന പേരാ വിളിച്ചത്. അനഘ, ഈ പറഞ്ഞതെല്ലാം കേട്ടോ? ഓക്കെ. സൗപർണിക കേട്ടായിരുന്നോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടോ? കേട്ടോ? ഓക്കെ. ശരി. അപ്പോഴ് ഞാൻ വീണ്ടും ബാക്കിലോട്ട് പോകാം. എവിടെയെങ്കിലും നിങ്ങൾ ബോറടിക്കുന്നെങ്കിൽ പറയണേ. റിലേഷൻഷിപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിനകത്ത് 4 പില്ലേഴ്സാ ഉള്ളത്. 4 പില്ലറുകൾ, 4 തൂണുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ തൂണെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ പറയുന്നത് ബിൽഡ് മ്യൂച്വലി സാറ്റിസ്ഫൈയിങ് ലോങ് ടേം റിലേഷൻഷിപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? മ്യൂച്വലി സാറ്റിസ്ഫൈയിങ് മീൻസ് നമ്മള് ബിസിനസ് സ്ഥാപനങ്ങൾ, മറ്റത് കസ്റ്റമേഴ്സ്. ബിസിനസ് സ്ഥാപനത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, കസ്റ്റമേഴ്സിന് വേറൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ദേ ആർ കോൺഫ്ലിക്റ്റിംഗ് ഇൻ നേച്ചർ. നമ്മുടെ എയിം പ്രോഫിറ്റ് ഉണ്ടാക്കുക, കസ്റ്റമേഴ്സിന്റെ എയിം എന്ന് പറയുന്നത് കുറഞ്ഞ പ്രൈസിൽ നല്ല സാധനം കിട്ടുക എന്നുള്ളത്. അപ്പൊ അവരുടെ രണ്ടുപേരെയും എന്താണ് ഇത് മീറ്റ് ചെയ്തുകൊണ്ട്, നീഡ്സ് മീറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, മ്യൂച്വലി സാറ്റിസ്ഫൈ ചെയ്യുക, രണ്ടുപേർക്കും സംതൃപ്തി തരുന്ന ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ CRM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കും. CRM മീൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM മീൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് യു നീഡ് ടു ബിൽഡ് എ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ സോ ദാറ്റ് കസ്റ്റമർ ക്യാൻ സാറ്റിസ്ഫൈ ഹിസ് നീഡ്സ് ആൻഡ് വാണ്ട്സ് അറ്റ് ദ സെയിം ടൈം ദ ബിസിനസ് ക്യാൻ അറ്റൈൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ബിസിനസിന് അതിന്റെ ഒബ്ജക്റ്റീവ്സും അറ്റൈൻ ചെയ്യും. ദാറ്റ് ഈസ് ബിൽഡിംഗ് മ്യൂച്വലി സാറ്റിസ്ഫൈയിങ് ലോങ് ടേം റിലേഷൻഷിപ്പ്. അപ്പൊ അതിനകത്ത് വരുന്ന കീ പാർട്ടീസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരുമായിട്ട് കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ഈ ചെയിനിനുള്ളിൽ കസ്റ്റമേഴ്സ് മാത്രമല്ല വരുന്നത്, കസ്റ്റമർ വിൽ ബി ദയർ. കൂടാതെ ഇതിനകത്ത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? സപ്ലയർ ചെയിൻ ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ദയർ, മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ആർ ദയർ. സോ ഓൾ ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്.
ഫോക്കസ് എന്ന് പറയുന്നത് ഈസ് ഓൺ ഡെവലപ്പിംഗ് എ മാർക്കറ്റ് നെറ്റ്വർക്ക് ഓഫ് കസ്റ്റമേഴ്സ്. ഇതിലൂടെ ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, എംപ്ലോയി നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, സപ്ലയർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, റീറ്റെയിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, അഡ്വർടൈസിംഗ് ഏജൻസീസിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. So through relationship marketing, you are creating a database, a network of customers, a network of employees, suppliers, retailers, and advertising agencies. And what is the objective? To build mutually profitable business relationship. That's ആദ്യം പറഞ്ഞത് തന്നെയാണ്. Mutually profitable business relationship which will make profit to all. എന്താണ് മ്യൂച്വലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സപ്ലയറുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ സപ്ലയർക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും, ഈ പ്രോഡക്റ്റിന്റെ ഇത്ര പ്രോഫിറ്റ് സപ്ലയർക്ക്, ഇത്ര പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഇത്ര പ്രോഫിറ്റ് റീറ്റെയിലർക്ക്, ഇത്ര പ്രോഫിറ്റ് അഡ്വർടൈസിംഗ് ഏജൻസീസ്. സോ that profit to follow. So that concept is called relationship marketing. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റേണൽ മാർക്കറ്റിംഗ്. അപ്പൊ ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. എംപ്ലോയീസ് ആർ ദെയർ, എംപ്ലോയീസ് ആണല്ലോ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അവരെ നമ്മൾ കൃത്യമായിട്ട് ക്വാളിറ്റി ഉള്ള ആളിനെ ഹയർ ചെയ്തില്ല എങ്കിൽ യു കനോട്ട് പ്രൊഡ്യൂസ് ദ റിക്വയർഡ് പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഓർഡർ നീഡ് നോക്കിയിട്ടുള്ള കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എൻഷുറിംഗ് ദാറ്റ് everyone in the organization embraces appropriate marketing principles. സ്ഥാപനത്തിനകത്തുള്ള ആൾക്കാരെല്ലാം എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്താണ് ആലിംഗനം ചെയ്യുന്നു, എംബ്രേസ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് ഇന്റേണൽ മാർക്കറ്റിംഗ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ടാസ്ക് ഓഫ് ഹയറിംഗ്, ട്രെയിനിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ഹു വാണ്ട് ടു സെർവ് കസ്റ്റമേഴ്സ് വെൽ. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം, ഹയർ ചെയ്യണം. നമുക്ക് വേണ്ട എംപ്ലോയീസ്, അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കണം. എന്നാലേ അവർ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ, സെർവ് ചെയ്യുന്നത്. ഈ ചാനലിനകത്തൊക്കെ ആൾക്കാരുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചാനലിനകത്ത് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കൃത്യമായിട്ട് ഹയർ ചെയ്യുക, അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് കൃത്യമായിട്ട് മോട്ടിവേഷൻ കൊടുക്കുക. Then they will do their best for the organization. So they will serve the customers. So no sense in promising excellent services unless the employees are ready for it. എക്സലന്റ് സർവീസ് കൊടുക്കുന്നു എന്ന് പറയണമെങ്കിൽ, നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് ഒരു സ്ഥാപനത്തിന് പറയാൻ സാധിക്കണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് റെഡി ആവണം. ഫസ്റ്റ് എംപ്ലോയീസ് റെഡി ആവാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സലന്റ് സർവീസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ പറയും, സർക്കാർ പറയണം ഓൺലൈൻ ടീച്ചിങ് കൊടുക്കണം, എല്ലാ അധ്യാപകരും ഓൺലൈൻ ടീച്ചിങ് കൊടുക്കണം, എല്ലാവരും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എക്സലന്റ് സർവീസ് കൊടുക്കണമെങ്കിൽ അത് ആര് തന്നെ വിചാരിക്കണം, അത് ടീച്ചർ തന്നെ വിചാരിക്കണം. ഇഫ് യുവർ ഓൺലൈൻ ടീച്ചിങ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ അത് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ടീച്ചറിന് സർക്കാരിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളോട് താല്പര്യമില്ല എങ്കിൽ he may not provide a good service to customers or your students. ക്ലിയർ അല്ലേ? അപ്പൊ എക്സലന്റ് സർവീസ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ്ലി യു മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഇന്റേണൽ പാർട്ടീസ്, എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസ് തയ്യാറാകണമെങ്കിൽ എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് മോട്ടിവേഷനും ഇല്ല. അപ്പൊ എക്സലന്റ് സർവീസ് പ്രോമിസ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് റെഡി ആവണം. എംപ്ലോയീസ് റെഡി ആയാലേ എക്സലന്റ് സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്റേണൽ മാർക്കറ്റിംഗ് ഈസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. സോ മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് മസ്റ്റ് ബി കോർഡിനേറ്റഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കസ്റ്റമർ. ഒരു സ്ഥാപനത്തിനകത്ത് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിലും ആകണമെന്ന് ഇന്റേണൽ മാർക്കറ്റിംഗ് പറയും. അപ്പൊ ആദ്യം റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ബിൽഡ് കോർഡിയൽ സൗണ്ട് ലോങ് ടൈം റിലേഷൻഷിപ്പ് വിത്ത് ഓൾ പാർട്ടീസ്, എസ്പെഷ്യലി കസ്റ്റമേഴ്സ്, ദെൻ സപ്ലയേഴ്സ്, ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ദെൻ മാർക്കറ്റിംഗ് ഏജൻസീസ് എക്സെട്ര. Then secondly, for the internal marketing, if you want to ensure excellent services, first of all, the internal faculties, internal persons, employees within the organization must be properly trained, properly motivated, and properly hired. കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റിലൂടെ സെലക്ട് ചെയ്യണം. Okay, so that is internal marketing. Then integrated marketing നകത്ത് പറയുന്നത് 4 P's ആണ്. മാർക്കറ്റിംഗിനകത്ത് 4 P's ഉണ്ടെന്ന് പറയുന്നു. 4 P'കൾ ഉണ്ടെന്ന് പറയുന്നു. So we should consider these 4 P's. One is product, next one is price, next one is place, last one is promotion. These are the 4 P's in marketing. ഞാൻ ഒന്നുകൂടെ പറയാം. The 4 P's in marketing are: first one is your product, P, product. രണ്ടാമത്തെ P, price, പ്രോഡക്റ്റിന്റെ പ്രൈസ്. മൂന്നാമത്തെ പ്രോഡക്റ്റ് P എന്ന് പറയുന്നത് place means place of distribution. എങ്ങനെയാണ് അത് വിതരണം ചെയ്യുന്നത്? Place means channel of distribution. Then last P എന്ന് പറയുന്നത് പ്രൊമോഷൻ. പ്രോഡക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പോപ്പുലറൈസ് ചെയ്യണം, അവരെ അറിയിക്കണം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പോപ്പുലറൈസ് ചെയ്യണം. അപ്പൊ എന്താണ് 4 P's? ഈ 4 P's ആണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗിനകത്ത് ഉപയോഗിക്കുന്നത്.
So influence trade channels as well as final customers through offering mix and communication mix. Offering mix communication mix നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഓഫറിംഗ് മിക്സിനകത്ത് വരുന്നതാണ് നമ്മൾ എന്തൊക്കെയാ ഓഫർ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് പ്രൈസിനായിരിക്കും ഓഫർ ചെയ്യുന്നത്. ചില സമയത്ത് പ്രോഡക്റ്റ് ആയിരിക്കില്ല, സർവീസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവർ ഓഫറിംഗ്. നമ്മൾ ഇതാണ് ഓഫർ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് എത്തിക്കണം, ഇതിനെ കുറിച്ചുള്ള നോളജ് അവരിൽ എത്തിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നുണ്ട്, ഈവന്റ്സ് ആൻഡ് എക്സിബിഷൻ ഒക്കെ ചെയ്തിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്, ഈവന്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, ഡയറക്റ്റ് മാർക്കറ്റിംഗ് നേരിട്ട് വീട്ടിലെത്തിക്കുന്നു, പേഴ്സണൽ സെല്ലിംഗ് സെയിൽസ് പേഴ്സൺസ് വഴി വീട്ടിലെത്തിക്കുന്നു. ഇത് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഈ രണ്ട് മിക്സും കൂടെ ചേരുന്നതാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഹിയർ we have to integrate offering mix and communication mix. അതിനകത്ത് 4 പീസ് ഉണ്ട്. പ്രോഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, പ്ലേസ് ഉണ്ട്. Okay, so that marketing is called integrated marketing, the third pillar of holistic marketing. And the last pillar is societal marketing. എന്ത് പ്രോഡക്റ്റ് ചെയ്താലും എന്ത് മാനുഫാക്ചറിങ് ചെയ്താലും അൾട്ടിമേറ്റ് എയിം സോഷ്യൽ വെൽഫെയർ ആണ്. ഫോക്കസ് ഈസ് ഓൺ എൻഹാൻസിങ് സോഷ്യൽ വെൽഫെയർ. സമൂഹത്തിന്റെ ക്ഷേമമാകണം അവസാനത്തെ എയിം എന്ന് പറയുന്നത്. That is the holistic aim, societal marketing. Marketers consider their role that they are playing and could play in terms of social welfare. അവർ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് ഒരു സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് വേണം. ഫോർ എക്സാമ്പിൾ, ഒരു സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്, they are producing goods. Through producing goods, national income is increasing, economy is developing. That is a societal concept. രണ്ട്, they are manufacturing without harming the environment. Environment harm ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. So that is also a societal concept. And also we should follow the rules of the land. രാജ്യത്തിനകത്തുള്ള നിയമങ്ങൾ നമ്മൾ അതേപടി അംഗീകരിക്കണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണം. But here societal marketing പറയുന്നത് ബ്രോഡർ കൺസെപ്റ്റ്സ് ലൈക്ക് എത്തിക്കൽ, എന്തൊക്കെയാണ് മര്യാദ, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്തുകൂടാ എന്നുള്ളതാണ് എത്തിക്കൽ എന്ന് പറയുന്നത്. എത്തിക്കൽ മീൻസ്, എത്തിക്സ് മീൻസ് ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ. വി ആർ ലേണിംഗ് ഇറ്റ് അല്ലേ. നമ്മുടെ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കുകയാണ് ഇത് ചെയ്യുക, ഇത് ചെയ്യരുത്. സോ ദാറ്റ് ഈസ് എത്തിക്കൽ. ഒരു അധ്യാപകനും എത്തിക്സ് ഉണ്ട്. സോ പ്രൊഫഷണൽ എത്തിക്സ്, ഡോക്ടർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. സോ വാട്ട് ആർ ദ ഡൂസ് ആൻഡ് വാട്ട് ആർ ദ ഡോൺസ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കൺസിഡറേഷൻ, നമ്മൾ ഒരിക്കലും എൻവയോൺമെന്റ് എന്ത് ചെയ്യരുത്, ഹാം ചെയ്യരുത്. ലീഗൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെ, നമ്മുടെ രാജ്യത്തിനകത്തുള്ള ലീഗൽ കോണ്ടെക്സ്റ്റ് മനസ്സിലായിരുന്നു. വാട്ട് ആർ ദ റൂൾസ് ഓഫ് ദ ലാൻഡ്, എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഈ കോണ്ടെക്സ്റ്റ് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Okay, but these are the 4 pillars of latest marketing concept called holistic marketing concept. ഞാൻ ബാക്കിലോട്ട് വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് പറഞ്ഞത് ഇവല്യൂഷൻ ആണ്. ഈ പറയുന്ന 5 സ്റ്റേജസിലൂടെയാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് കൺസെപ്റ്റിലോട്ട് ഇവോൾവ് ചെയ്തത്. ആദ്യം പ്രൊഡക്ഷൻ, പിന്നെ പ്രോഡക്റ്റ്, പിന്നെ സെല്ലിംഗ്, പിന്നെ മാർക്കറ്റിംഗ്, പിന്നെ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. അപ്പൊ അതിനകത്ത് ഓരോ സ്റ്റേജസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് സ്റ്റേജ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗിനകത്ത് 4 പില്ലേഴ്സ്, ദാറ്റ് ഈസ് എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഇന്റേണൽ മാർക്കറ്റിംഗ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്. Okay, I think it is very clear. Then this is a statement given by the father of modern marketing. അതൊന്ന് വായിച്ചു നോക്കി. You should never go to battle before you have won the war on paper. You should never go to battle before you have won the war on paper. നിങ്ങൾ ഒരു ബാറ്റിലിനൊക്കെ തയ്യാറെടുത്തോളൂ. ബാറ്റിൽ ഷുഡ് ബി there. പക്ഷെ ബാറ്റിൽ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ അത് പേപ്പറിൽ എന്ത് ചെയ്തിരിക്കണം, അത് വൺ ചെയ്തിരിക്കണം. പേപ്പറിലെങ്കിലും അത് വൺ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് യു ഷുഡ് പ്ലാൻ വെൽ ബിഫോർ ആക്ഷൻ. അത് തന്നെയാണ് ക്വിക്ക് കോർണർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആദ്യം അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിനൊന്ന് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക, ബാറ്റിലോട്ട്